പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അജയൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, മോനെ നീ എന്തിനാ കരഞ്ഞതെന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ അനാമിക പോയാൽ മോന് നല്ല വിഷമമുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അച്ഛനോട് ആരാ അത് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാലോ ഈ വീട്ടിൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വഴി തെറ്റി നടക്കുന്നത് അഭി മാത്രമാണ്, പക്ഷേ ആദർശും നീയൊന്നും അങ്ങനെയല്ലല്ലോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കരഞ്ഞത് അവൾ ഇവിടുന്ന് പോയോണ്ടല്ല, അവൾ ഇവിടുന്ന് പോയോണ്ട് എനിക്കൊരു വിഷമവും ഇല്ല എന്നാണ് കേട്ടോ അനി പറയുന്നത്. പിന്നെ നീ ആരെ ഓർത്താ കരഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഏട്ടത്തീനെ ഓർത്തിട്ടാണ് എന്ന് അനി പറയാണ് കേട്ടോ. അപ്പോൾ നൈനയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരാൾക്ക് ബ്ലഡ് കൊടുത്തുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇനിയിപ്പോൾ അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഞാൻ സത്യമൊന്നും മറച്ചു വെക്കുന്നില്ല, അച്ഛനെ എന്തായാലും ഇതറിയല്ലോ എന്ന് പറയാണ്. അപ്പോൾ പിന്നീട് നൈനയാണ് ഇങ്ങനെ ദേവയാനിക്ക് കരൾ കൊടുത്തേ എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് മുന്നേ തന്നെ നന്ദും അതുപോലെ തന്നെ ഇങ്ങനെ അനാമികയും തമ്മിൽ കണ്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ജാനകി അത് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ നിന്നെ ന്യായീകരിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനിയാണെങ്കിലും ഇത് പറയുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ അജയനാണെങ്കിലും ഭയങ്കര ഇതാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഏട്ടത്തി ഇത് അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ വല്യമ്മേനോട് പറയാൻ പറ്റില്ലല്ലോ, അങ്ങനെ വല്യമ്മേനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടത്തിയുടെ സഹായം വേണ്ടാന്നല്ലേ വല്യമ്മ പറയുള്ളൂ, അതുകൊണ്ട് ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു മരുമോളെ ആർക്കും കിട്ടില്ല, അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അച്ഛനും അമ്മയും ഇങ്ങനെ ഈ വീടിൻ്റെ താക്കോല് നൈനേനെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞത് എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നീട് അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏട്ടത്തിയുടെ അനിയത്തി നന്ദു തന്നെയായിരുന്നു ഇങ്ങോട്ട് വരേണ്ടിയിരുന്നത്, എന്നിട്ട് തല തിരിഞ്ഞൊരുത്തിനെ എൻ്റെ ജീവിതത്തിലേക്ക് കെട്ടിവെച്ചു, അവൾക്കും വല്യമ്മേനെ സഹായിക്കായിരുന്നല്ലോ, അതൊന്നും അവൾ ചെയ്തില്ല, എന്നിട്ട് പിന്നെ ഞാൻ അവളെ പോയി വിളിക്കണം എന്നൊക്കെ പറയാണ്. അപ്പോൾ അതിന് എനിക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അനിയാണെങ്കിലും. പിന്നീട് അജയൻ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അജയൻ ചെല്ലുന്ന സമയത്ത് തന്നെ ആദർശും ജയനൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായിട്ടാന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഒരുപാട് ഡോക്ടർമാരിങ്ങനെ സർജറി ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനാണ് എന്ന് പറയും കേട്ടോ. പിന്നീട് ആദർശിനോടാണെങ്കിലും അജയൻ പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഈ ഒരു സംഭവം ആദ്യമായിട്ടാണല്ലേ ഭാര്യയ്ക്കും അമ്മയ്ക്കും ഒരേ സമയം കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ വല്യച്ഛനോട് അനി എന്തായാലും പറഞ്ഞായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അനി എന്നോട് എല്ലാം പറഞ്ഞു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളും ഇത് പറയാനിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നൈനയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടത്തി ഇതൊന്നും അറിഞ്ഞില്ലല്ലോ, അപ്പോൾ അമ്മേനോട് പറയാൻ പറ്റില്ലല്ലോ എന്ന് ആദർശം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ഏട്ടത്തിനോടാണ് പറയേണ്ടിയിരുന്നത് എന്ന് അജയൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ സഹായം വേണ്ടാന്ന് പറയും, അതെല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നൈനയുടെ നല്ല മനസ്സിനെ കുറിച്ചും ഒക്കെ പറയുകയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണല്ലോ അച്ഛൻ അനന്തപുരിയുടെ ഇങ്ങനെ താക്കോല് നൈനേനെ ഏൽപ്പിച്ചാൽ അത് ഭദ്രമായിരിക്കും എന്ന് പറഞ്ഞത് എന്ന് പറയുകയാണ്. നല്ല മനസ്സാണ് ആ കുട്ടിയുടേത്, ഏട്ടത്തി ഇങ്ങനെ വെറുത്തിട്ട് പോലും ഇങ്ങനെ കരൾ കൊടുക്കാൻ തയ്യാറായല്ലോ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് എന്തായാലും പിന്നീട് ജാനകിയാണെങ്കിലും അവിടെ അനാമിക വന്ന് പ്രശ്നം ഉണ്ടാക്കിയ കാര്യങ്ങളും ജാനകിക്കാണെങ്കിലും അത് വലിയ പ്രശ്നമായിട്ടുണ്ട്, അവളുടെ കൂടെ നിൽക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയാണ്. എൻ്റെ ഭാര്യേനെ തല്ലേണ്ട പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഞാനത് തല്ലാത്തത് നമ്മുടെ തറവാട്ടിൽ അങ്ങനെ ഒരു ഇതില്ലല്ലോ, അത് വെച്ചിട്ടാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും എനിക്കും ഏട്ടനൊക്കെ കിട്ടിയ ഭാര്യമാരെക്കാട്ടിലൊക്കെ നല്ല മനസ്സാണ് നൈനമോളുടേത് എന്ന് പറയാണ്ട് ആദർശിനോടും പറയുന്നുണ്ടായിരുന്നു അത്. പിന്നീട് എനിക്ക് മോളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെന്താ കാണാലോ, അവിടെ ICUവിൻ്റെ മുന്നിൽ അവളുടെ അമ്മയും അനിയത്തിയും ഒക്കെ ഉണ്ട്, അവിടെ ചെന്നിട്ട് ഡോക്ടറോട് ചോദിച്ചിട്ട് ചെന്ന് കാണാം എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് പിന്നീട് ഞാനൊന്ന് മോളെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. അവിടേക്ക് ചെല്ലുമ്പോൾ നന്ദും കനകയും അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവരോട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഞാനിപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞത്, അനിയാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനിയനോട് നന്ദുവാണ് ഈ കാര്യം പറഞ്ഞത്, ആദ്യം അനി അറിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് അന്ന് ഇങ്ങനെ അവർ സംസാരിക്കുമ്പോൾ അജയനോട് പറയുന്നുണ്ടായിരുന്നു, അത് നേരത്തെ പറയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അനി ഇങ്ങനെ അജയനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് കനകയാണെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണെങ്കിലും അജയൻ പറയുന്നുണ്ടായിരുന്നു, ശരിക്കും പറഞ്ഞാൽ മോളായിരുന്നു അങ്ങോട്ട് വരേണ്ടിയിരുന്നത്, എൻ്റെ മോൻ്റെ മനസ്സ് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതൊന്നും പറയണ്ട, എൻ്റെ 2 മക്കൾ തന്നെ അവിടേക്ക് വന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാലോ, ആ കഥയൊക്കെ അറിയാലോ, അതുകൊണ്ട് ഇങ്ങനെ ഇനിയിപ്പോൾ മൂന്നാമത് ഒരാളെയും കൂടി അങ്ങോട്ട് വരേണ്ടെന്ന് നൈനമോൾക്കായിരുന്നു വലിയ നിർബന്ധം എന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് അജയൻ പറയുന്നുണ്ടായിരുന്നു, അത് മോൾക്ക് പറ്റിയ വലിയൊരു തെറ്റാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയാണ്. അതിനുശേഷം നന്ദു പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാന്ന്. അപ്പോൾ അറ്റാക്ക് വന്ന ആളല്ലേ, അങ്ങനെ മോളിങ്ങനെ ICUവിൽ കിടക്കുകയാണെന്ന് പറഞ്ഞാൽ ആ മനസ്സിനത് താങ്ങാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഡോക്ടർ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു.
പിന്നീട് കനകയോടാണെങ്കിലും അജയൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ ഇങ്ങനെ ആദർശും നയനയും തമ്മിൽ ആദ്യം വലിയ പൊരുത്തക്കേടുണ്ടെങ്കിലും ഇപ്പോൾ അവൻ എന്തായാലും ഇങ്ങനെ മോളെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ കനകയുടെ മോൾക്ക് ഒരിക്കലും ഇങ്ങനെ വിഷമിക്കേണ്ടി വരില്ല, ആദർശ് അവളെ പൊന്നുപോലെ നോക്കിക്കോളും എന്ന് പറയുകയാണ്. പിന്നീട് ഞങ്ങൾക്ക് ആദർശാണെങ്കിലും ഇങ്ങനെ മനുഷ്യന്മാരെ ഇങ്ങനെ മനസ്സിലാക്കുന്ന കൂട്ടത്തിലും ഒക്കെ തന്നെയാണ്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ബിസിനസ്സിലും ഒക്കെ നല്ല കഴിവുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് അച്ഛൻ ഇങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയുടെ MD സ്ഥാനം ആദർശിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും മോൾക്ക് വിഷമിക്കേണ്ടി വരില്ല, ആദർശ് അവളെ പൊന്നുപോലെ നോക്കിക്കോളും എന്ന് പറയുമ്പോൾ കനകയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ടായിരുന്നു. ആ ഒരു ഉറപ്പ് ഞാൻ തരാമെന്ന് അജയൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കനകയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ നിന്ന് ആ സന്തോഷത്തോടെ ഇങ്ങനെ നിന്ന് കരയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഡോക്ടർ ICUവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഡോക്ടറോട് അജയൻ ഇങ്ങനെ മോളെ കയറി കാണട്ടെ എന്ന് ചോദിക്കുകയാണ്. ഡോക്ടർ വരുമ്പോൾ തന്നെ കനക ചോദിക്കുന്നുണ്ടായിരുന്നു മോൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കട്ടെ. അപ്പോൾ മോൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അവർക്കൊരു സമാധാനം ആവുന്നുണ്ട്. പിന്നീടാണ് ഇങ്ങനെ നയനേനെ കാണട്ടെ എന്ന് അജയൻ ചോദിക്കുന്നത്. അതിനെന്താ കയറി കണ്ടോളൂ എന്ന് ഡോക്ടർ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അജയൻ ഞാൻ മോളെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നയനേനെ കാണാനായിട്ട് ചെല്ലുകയാണ് കേട്ടോ. ചെന്നിട്ട് മോളെ എന്ന് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ടായിരുന്നു ഇളയച്ചനോട് ആരാ ഇത് പറഞ്ഞതെന്ന് ചോദിക്കട്ടോ. അപ്പോൾ അനിയാണ് പറഞ്ഞേ എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അനാമിക നന്ദുവിനെ കണ്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ജാനകി അവിടെ ഉറങ്ങി തുള്ളിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ അധികം ആരും ഇങ്ങനെ കൂട്ടിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നന്ദുവിനോട് പറഞ്ഞതാണ് ഇങ്ങോട്ട് വരണ്ട എന്നുള്ളത് എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെ മോള് പറഞ്ഞാലും അവർക്ക് ഇങ്ങനെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ്. മോളുടെ സ്നേഹം അവരൊക്കെ ഇങ്ങനെ അറിഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ ഏട്ടത്തിയാണെങ്കിലും മോളെ എന്നും വെറുത്തിട്ടേ ഉള്ളൂ, എന്നിട്ടും മോളിങ്ങനെ മോളുടെ ജീവൻ തന്നെ പകുത്ത് നൽകിയില്ലേ ഏട്ടത്തിക്ക് എന്ന് പറയാണ്. അപ്പോൾ തന്നെ മോളുടെ സ്നേഹം അവർക്കൊക്കെ അറിയാലോ, അങ്ങനെ അവർക്ക് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് വീട്ടിലാണെങ്കിലും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ജാനകി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയണം. അപ്പോൾ അവർ ഈ കാര്യങ്ങളൊന്നും അറിയാതെയാണല്ലോ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ദേവയാനിയോട് ഈ കാര്യം പറയാത്തതിലും നല്ല വിഷമമുണ്ട് കേട്ടോ അജയന്. അപ്പോൾ അത് പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ടായിരുന്നു അമ്മ ഒന്നും അറിയണ്ട, അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷം മാത്രമേ ചെയ്യുള്ളൂ, അതുകൊണ്ട് ആരും ഒന്നും അറിയണ്ട എന്ന് പറയുകയാണ്. അജയനാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മോൾക്ക് ഒരാഴ്ച മുന്നെങ്കിലും നന്ദും അതുപോലെ തന്നെ അനിയും തമ്മിലുള്ള ആ സ്നേഹം ആദർശിനോടെങ്കിലും പറയായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ എൻ്റെ മകൻ്റെ മുഖത്ത് ഇപ്പോൾ ഒരു തെളിച്ചെങ്കിലും കണ്ടേനെ, ഇപ്പോൾ ഏത് സമയവും ഇങ്ങനെ കാർമേഘം മൂടി കെട്ടിയ പോലെയാണ്. അനാമികയും അനിയും തമ്മിലുള്ള ആ പ്രശ്നം പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയൊന്നും അനീനോട് പറയല്ലേ ഇളയച്ച, അങ്ങനെ അനാമികയും തമ്മിൽ നല്ല രീതിയിൽ പോകണം, അനീനോട് ഇങ്ങനെ അനാമികേനെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറയണം എന്നൊക്കെ പറയുമ്പോൾ അതിന് എനിക്ക് ഒരിക്കലും പറ്റില്ല എന്ന് പറയുകയാണ്. അവളിങ്ങനെ അനീനോട് ഒരു സ്നേഹമില്ല, അങ്ങനെ സ്നേഹം തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൻ അത് ഇരട്ടിയായിട്ട് കൊടുക്കും, പക്ഷേ അവൾ എന്തൊക്കെയോ വേറെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവിടേക്ക് കയറി വന്നത് എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ പിന്നെ അവൾക്ക് അവിടെ എന്ത് കുറവുണ്ടായിട്ട് അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നിർബന്ധിക്കില്ല, അനീനെ ഇങ്ങനെ അനാമികേനെ വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി നിർബന്ധിക്കില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ സംസാരിച്ച് ഇങ്ങനെ അജയൻ പോകാൻ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ നയനെ വിളിക്കുകയാണ്, ഇളയച്ചാന്ന് വിളിക്കുകയാണ്. അപ്പോൾ വീണ്ടും നയനയുടെ അടുത്തേക്ക് തന്നെ ചെന്നിട്ട് ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് നയന പറയുന്നുണ്ടായിരുന്നു വീട്ടിലിങ്ങനെ വഴക്കുണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഇളയച്ചനൊന്നും വിളിച്ച് പറയല്ലേ, ആരെയും അറിയിക്കല്ലേ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പറയാതിരിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അജയൻ അവിടെ നിന്ന് പോകുന്നത്. ഒരു ഉറപ്പൊന്നും പറയുന്നില്ല കേട്ടോ, പറയാതിരിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് അജയൻ അവിടെ നിന്ന് അങ്ങ് പോവാണ്. നയനയ്ക്കാണെങ്കിലും ആകെ സങ്കടമാണ് കേട്ടോ. പിന്നീട് ആദർശും അനിയും കൂടെ സംസാരിക്കുകയാണ്. ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇളയച്ചനോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിലും അച്ഛനോട് ഇങ്ങനെ വലിയച്ഛനും ഏട്ടനൊക്കെ പറയാതിരിക്കില്ലല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ പറയാനിരിക്കുകയായിരുന്നു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നയനയ്ക്കൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് വേറൊരു വീട് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ആദർശ് അതിനെക്കുറിച്ചാണ് കേട്ടോ സംസാരിക്കുന്നത്. ആദ്യം ഇങ്ങനെ നയനയുടെ അച്ഛൻ കുറച്ച് എതിർത്തെങ്കിലും പിന്നെ ഞാനങ്ങ് നിർബന്ധിച്ച് പറഞ്ഞപ്പോഴാണ് സമ്മതിച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോൾ നല്ല ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ളൊരു വീട്ടിൽ വേണം അവർ താമസിക്കാൻ, AC ഒക്കെ എല്ലാ റൂമിലും ഫിറ്റ് ചെയ്തില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അനീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് എന്ന് പറയാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ അവരുടെ ഇങ്ങനെ പഴയ വീടിൻ്റെ ബാധ്യത കുറച്ചുണ്ട്, അതൊക്കെ തീർക്കണം, ഞാനിങ്ങനെ അതിങ്ങനെ വാടകയ്ക്ക് എടുത്തതാണെന്നാണ് അച്ഛനോട് പറഞ്ഞിട്ടുള്ളത്, 6 മാസത്തിൻ്റെ ഉള്ളിൽ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയണം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വീടൊക്കെ വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ അത് കനകയുടെയും ഗോവിന്ദൻ്റെയും പേരിൽ എഴുതിക്കണം എന്നൊക്കെയാണ് കേട്ടോ ആദർശിൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അതൊക്കെ അനീനോട് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നീ കണ്ടറിഞ്ഞൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അനീനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു.
പിന്നീട് ആദർശ് ഇങ്ങനെ എടുത്തിട്ടുള്ള വീട്ടിൽ ഗോവിന്ദനും നന്ദും കൂടെ എല്ലാം ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം അനി സെറ്റാക്കിയതാണ്. പിന്നെ എന്തോ ഫോട്ടോ എന്തോ അവിടെ ഇങ്ങനെ തൂക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗോവിന്ദനാണെങ്കിൽ കാര്യം മനസ്സിലായിട്ടില്ലല്ലോ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു വീട് എടുത്തത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ ആദർശ് പിന്നെ ഒരുപാട് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് എന്ന് ഗോവിന്ദൻ നന്ദുവിനോട് പറയാണ് കേട്ടോ. അപ്പോൾ ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ 2 മക്കളും ഇങ്ങനെ അനന്തപുരിയിലെ മരുമക്കളാണല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ മരുമക്കളുടെ വീട്ടിലേക്ക് വരുമ്പോൾ മറ്റാരെങ്കിലുമൊക്കെ വരുമ്പോൾ അവർക്ക് കുറച്ചിലായിട്ടായിരിക്കും എന്ന് പറയുമ്പോൾ അതുകൊണ്ടൊന്നല്ല, ആദർശേട്ടൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഇങ്ങനെ തീരുമാനങ്ങളുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ അച്ഛന് മനസ്സിലായിക്കോളും എന്ന് പറയാണ് കേട്ടോ. ചേച്ചി ഇത് അറിഞ്ഞു കാണുമോ? അപ്പോൾ നയനേനെ വിളിച്ചപ്പോൾ നയന ഫോൺ എടുത്തില്ല എന്ന് ഗോവിന്ദൻ പറയാണ് കേട്ടോ. ചേച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും സമ്മതിക്കില്ല. ചേച്ചി അതിൻ്റെ പേരിൽ ആദർശേട്ടനെ വഴക്ക് പറയുകയേ ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പിന്നീട് നന്ദു പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടന് ഇപ്പോൾ ചേച്ചീനോടുള്ള സ്നേഹം കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തരുമ്പോൾ നമ്മളത് സ്നേഹത്തോടു കൂടി നിരസിക്കേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ ഗോവിന്ദനോട് ജോലിക്ക് പോകണ്ട, ഇങ്ങനെ കടയിലുള്ള സാധനങ്ങളൊക്കെ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തിട്ട് വീട്ടിലിരിക്കാനാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ശരിയാവില്ല, ഇങ്ങനെ മരുമക്കളുടെ ചിലവിൽ ജീവിക്കുന്നത് ശരിയല്ല എന്നൊക്കെയാണ് കേട്ടോ ഗോവിന്ദൻ പറയുന്നത്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അനി അവിടേക്ക് വരുന്നത്. അപ്പോൾ അനി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ എല്ലാം അങ്ങനെ ഓക്കെ അല്ലേ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്, എല്ലാം സെറ്റാക്കിയിട്ട് തന്നെയാണ് ഞാൻ പോയത്, ഇനി ഒന്നുകൂടി നോക്കാൻ വന്നതാണ് എന്ന് പറയട്ടെ. അപ്പോൾ ഗോവിന്ദൻ കടയിലേക്ക് ഒന്ന് പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നൈനമോളെ കണ്ടിട്ട് കുറേ ദിവസമായി, ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയാലോ എന്നൊക്കെ പറയുമ്പോൾ നന്ദുവിന് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കടയിലൊന്ന് പോയി വരാമെന്ന് പറഞ്ഞിട്ട് നന്ദുവിനോട് ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അനി കയറി വരുന്നത്. അപ്പോൾ അനിയോടും പറയുന്നുണ്ട്, എനിക്ക് കടയിൽ വരെ ഒന്ന് പോകണമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. മോളുടെ അമ്മ ഇവിടെ ഉണ്ടെങ്കിലും മോനോട് കയറി ഇരിക്കാൻ പറയായിരുന്നു, നിങ്ങളിപ്പോൾ നല്ല സുഹൃത്തുക്കളാണ് എന്നൊക്കെ എനിക്കറിയാം, പക്ഷേ മോൻ്റെ ഭാര്യ അങ്ങനെയല്ലല്ലോ ഇങ്ങനെ വിചാരിക്കുന്നത്, നമ്മളായിട്ട് എന്തിനാണ് വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, അങ്കിൾ പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി, ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ നിൽക്കരുത് എന്നല്ലേ എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിലും ഇങ്ങനെ അനിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.